ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? യൂട്യൂബൊക്കെ എങ്ങനെ പോകുന്നു? സോ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ. സോ എന്താണെന്നല്ലേ, ഇതാണ്ടേ ഇത് കണ്ടോ? ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ പനിക്കുറിക്കയാണ്. ഒരുവിധം വീടുകളിലൊക്കെ ഇത് കാണും കേട്ടോ. ഇത് ഉണ്ടാവും, കണ്ടോ? ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ഇന്ത്യൻ ബോറേജ് അല്ലെങ്കിൽ മെക്സിക്കൻ മിൻറ്റ് എന്നൊക്കെ പറയും കേട്ടോ. കണ്ടോ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഫീവറോ അല്ലെങ്കിൽ എൻ്റെ അനിയന് കഫോ ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നീര് അതുപോലെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പാരൻസ് തന്നെ നമുക്ക് തരാറൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇതിനെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഫലം കാണുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനിയനുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാരൻസൊക്കെ ഞങ്ങൾക്കിത് തരാറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പല മെത്തേഡ്സും വെച്ചിട്ട്. സോ എൻ്റെ അനിയന് ഇതുപോലെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് അവന് നമ്മുടെ ഈ വെക്കേഷൻ ടൈമിൽ 2 മാസം ഈ ഒരു സമയത്തൊക്കെ തന്നെ ഇവന് നല്ല അലർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അലർജി മാറി നിൽക്കുന്നതും അതുപോലെ ഫീവറോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കഫാണ് അവന് ഉണ്ടാവാറ്. സോ ഇതൊക്കെ ഒന്ന് മീൻസ് സ്കൂൾ അടയ്ക്കുന്ന സമയത്താണ് ഒന്ന് അവന് മാറുന്നത്. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ വീണ്ടും ഉണ്ടാവും. സോ ഇപ്രാവശ്യവും അവന് സ്കൂൾ തുറന്ന് ഒരു 3-4 ദിവസം അത് കഴിഞ്ഞപ്പോഴത്തേരും വീണ്ടും ഇവന് ഈ അലർജി വന്നു. ആ ടൈമിലാണ് നമുക്കിതിൻ്റെ യൂസ് മനസ്സിലാവുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് മനസ്സിലാവുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയുന്ന ഒരു അക്യുപഞ്ചറിൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കൂ, നമുക്ക് ചിലപ്പോൾ മാറ്റം കാണും എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങളിത് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ജലദോഷം കഫ് വന്നിട്ട് 2-3 ഡേയ്സിൽ നമുക്കിത് ബെനിഫിറ്റ് കാണുകയും ചെയ്തു. പെട്ടെന്ന് മാറിയിട്ടു അവൻ്റെ കഫ്. ഇപ്പം ഞങ്ങളിത് എന്തുകൊണ്ടാണ് ട്രൈ ചെയ്തൊക്കെ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ സ്കൂളിൽ പോകുമ്പോൾ മിക്ക ദിവസം ഇവന് ലീവാണ്. ഈ ഒരു കഫും ഫീവറും കാരണം ഇവന് ലീവാണ്. മോസ്റ്റ് കഫാണ് വരല്. സോ ആ ടൈമിലൊക്കെ ഇവന് സ്കൂളിൽ ലീവാണ്. പിന്നെ സ്കൂളിലേക്ക് പോകുന്നത് നമ്മുടെ ഈ ഹോമിയോയുടെ മെഡിസിൻ അല്ലെങ്കിൽ സാധാ മെഡിസിൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവന് പോകുന്നത്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കിയത്. ഇത് കണ്ടോ, ഞാനത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഇതുപോലെ പനിക്കുറിക്കയിൽ നിന്ന് ഒരു ലീഫ് എടുക്കുക. ആദ്യം നമ്മുടെ ഈ ഇടത് കയ്യിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പനിക്കുറിക്ക എടുത്തിട്ട് തന്നെ ഈ ഒരു പാർട്ടിൽ ഇതുപോലെ ഇങ്ങനെ വെക്കാം. കണ്ട, ഇതുപോലെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മുടെ പേപ്പർ ടാപ്പ് കണ്ട, ഇതെടുക്കുക. ഇത് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണേ. നമുക്കിതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ചിലപ്പം അപ്പം മനസ്സിലായി ഉണ്ടാവില്ല. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഇത് ഞാൻ ലീഫിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ലീഫ് വെച്ചിട്ട് ഇതുപോലെ ടാപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. സോ ഇത് ഞാൻ എന്തിനാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ കഫൊക്കെ ഉള്ള ആളാണ്. സോ ഞങ്ങൾ ഇതുപോലെ തന്നെ സാധാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ കാണിക്കാൻ ചെല്ലായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ ഈ ഒരു അക്യുപഞ്ചറിനെ ഈ ഡോക്ടറിനെ കാണുന്നത്. അവർ ഈ ഒരു മെത്തേഡ് നമുക്ക് പറഞ്ഞു തരുന്നതും. അന്ന് പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാതെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അന്ന് നൈറ്റ് തൊട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ യൂസ് ചെയ്ത് 3 ദിവസം യൂസ് ചെയ്തപ്പോഴത്തേരും ഇവൻ്റെ ഈ ഒരു അലർജി നല്ല പോലെ മാറിയിട്ടുണ്ടായിരുന്നു. ഇത് 100% യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ഇത് അവന് യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്, അതായത് ഞങ്ങൾ മമ്മയാണ് ചെയ്ത് കൊടുക്കുന്നത് അവന്. സോ ഇത് യൂസ് ചെയ്യുന്നത് അവന് രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ മെത്തേഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ട് റൗണ്ടിൽ ടാപ്പ് ചെയ്യും കേട്ടോ. അവന് മീൻസ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കൈ മടക്കുമ്പോഴൊക്കെ കഴിഞ്ഞ് പോകുന്നു വിചാരിച്ചിട്ട് ഒന്ന് റൗണ്ടിൽ ടാപ്പ് ചെയ്തിട്ട് അവന് രാത്രി കിടക്കും. പിന്നെ രാവിലെ ആകുമ്പോഴാണ് അവനിത് പീൽ ഓഫ് ചെയ്ത് കളയുന്നത്. അങ്ങനെ എല്ലാ നൈറ്റും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം യൂസ് ചെയ്തിട്ടും പിന്നെ ഇവൻ്റെ കഫ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ കഫ് പിന്നെ അത് എൻ്റെ അനിയനായതുകൊണ്ട് തന്നെ അവന് ഇതുപോലെ കഫൊക്കെ ഉള്ളത് എനിക്കറിയാമായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതുപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. എല്ലാവർക്കും ഇതിങ്ങനെ യൂസ് ചെയ്യാം. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എനിക്കത് യൂസ്ഫുള്ളായോ, മീൻസ് കഫൊക്കെ ഒന്ന് മാറിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. സോ എങ്ങനെയായാലും ഇതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ച യൂസ്ഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉള്ള കാര്യം എന്ന് പറഞ്ഞത്. സോ അങ്ങനെ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടിനും പിന്നെ നിങ്ങളുടെ യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സോ ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.